ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ കൊലപാതകത്തിലേക്ക് നയിച്ച ഭീകരാക്രമണത്തെക്കുറിച്ച് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനോട് വിശദീകരിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും. രാഷ്ട്രപതി ഭവനിൽ നേരിട്ടെത്തിയാണ് മുതിർന്ന മന്ത്രിമാർ നിലവിലെ സാഹചര്യങ്ങൾ വിശദീകരിച്ചത്. പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്നും ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികളും മന്ത്രിമാർ രാഷ്ട്രപതിയെ അറിയിച്ചതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിഷയത്തിൽ ഇന്ത്യ ഇതുവരെ സ്വീകരിച്ച നയതന്ത്ര നടപടികളും മന്ത്രിമാർ രാഷ്ട്രപതിയെ അറിയിച്ചു. കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ പാകിസ്ഥാനുള്ള പങ്കിനെ കുറിച്ച് വിവിധ രാജ്യങ്ങളോടും ഇന്ത്യൻ സർക്കാർ പ്രതിനിധികൾ വിശദീകരിച്ചു. വിദേശകാര്യ മന്ത്രാലയത്തിലെത്തിയ UK, റഷ്യ, US ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ അംബാസഡർമാരോട് ഭീകരാക്രമണം സംബന്ധിച്ച വിശദാംശങ്ങൾ ഇന്ത്യ കൈമാറിയിട്ടുണ്ട്. പഹൽഗാം ആക്രമണത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ കേന്ദ്ര സർക്കാർ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം പാർലമെന്റിൽ ആരംഭിച്ചത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നദ്ദ, പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തുടങ്ങിയ പ്രധാനപ്പെട്ട മന്ത്രിമാരും കക്ഷി നേതാക്കളും യോഗത്തിൽ പങ്കെടുത്തു.